നമസ്കാരം, ഞാൻ ഡോക്ടർ ഫിലിപ്പ് ജോർജ് കുറ്റിക്കാട്ട്, അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റാണ്. ക്യാൻസറിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കാം? അതായത് അകാരണമായ മുഴ, ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്ത് കാണുന്ന മുഴ, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും വരുന്ന രക്തസ്രാവം, അതിപ്പോൾ വായുന്നതായിരിക്കാം, അല്ലെങ്കിൽ മലത്തിലൂടെയൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ അകാരണമായ വേദന, കണ്ടിന്യൂസ് സ്ഥിരമായിരിക്കുന്ന ശരീരഭാഗത്തുള്ള ഏതെങ്കിലും വേദനകൾ, അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ചുമ, ശ്വാസത്തിനുള്ള കിതപ്പ്, അല്ലെങ്കിൽ സൗണ്ടിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ രക്തം വരിക, ഇതൊക്കെ ആയിരിക്കാം ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ. കൂടാതെ ഇപ്പം അമിതമായിട്ടുള്ള വെയിറ്റ് കുറയുക, അല്ലെങ്കിൽ വിശപ്പ് തീരെ ഇല്ലാതിരിക്കുക, ഇതൊക്കെ ആയിരിക്കാം ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ. ഇനി ക്യാൻസറിന് നമുക്കിപ്പം കണ്ടുപിടിക്കാനായിട്ട് പല സ്ക്രീനിങ് ടെസ്റ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് ഇപ്പം സ്ത്രീകളിൽ കാണുന്ന മോസ്റ്റ് കോമൺ ക്യാൻസറാണ് സ്തനാർബുദം അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ അതിന് നമുക്ക് മാമോഗ്രാം എന്നുള്ള വളരെ എളുപ്പമായി ചെയ്യാൻ പറ്റുന്ന സ്കാനുകളുണ്ട്. ഇനിയിപ്പം ആമാശയ ക്യാൻസർ അല്ലെങ്കിൽ ഈ വൻകുടൽ ക്യാൻസറുകളൊക്കെ ആണെങ്കിൽ അതിന് നമുക്ക് കൊളോണോസ്കോപ്പി എന്നുള്ള സ്കോപ്പി ടെസ്റ്റുകളുണ്ട് സ്ക്രീനിങ് ആയിട്ട്. ഇനി ചില ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് ക്യാൻസറിനെ കുറിച്ച് അറിയാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പം പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് സിറം PSA എന്നുള്ള ബ്ലഡ് ടെസ്റ്റ്, ഇപ്പം ഓവറിയൻ ക്യാൻസറിന് CA-125 പറയുന്ന ചില ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി ക്യാൻസറിൻ്റെ ചികിത്സ വരുന്നത് പ്രധാനമായിട്ടും 3 ട്രീറ്റ്മെൻറ്റുകളാണ്. ഒന്ന് സർജറി, പിന്നെ ഒന്ന് കീമോതെറാപ്പി, ഇഞ്ചക്ഷനായിട്ട് എടുക്കുന്ന കീമോതെറാപ്പികൾ, പിന്നെ റേഡിയേഷൻ. ഇതിപ്പം ക്യാൻസറിൻ്റെ സ്റ്റേജ് അനുസരിച്ച്, അതായത് തുടക്കത്തിലുള്ള ക്യാൻസറിനാണ് സ്റ്റേജ് 1 അല്ലെങ്കിൽ സ്റ്റേജ് 2 എന്ന് പറയുന്നത്. അതിനി കുറച്ചുകൂടെ അഡ്വാൻസ് ചെയ്യാൻ വെച്ചാൽ സ്റ്റേജ് 3 അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തെങ്കിൽ അത് സ്റ്റേജ് 4 ആയിട്ട് മാറുന്നു. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ നമ്മൾ എപ്പോഴും സർജറി, ഓപ്പറേഷൻ ചെയ്തിട്ടാണ് ട്യൂമർ എടുത്ത് മാറ്റുകയും പിന്നെ ആവശ്യമുള്ളവർക്ക് പിന്നെ വരാതിരിക്കാനായിട്ട് കീമോതെറാപ്പി ഇഞ്ചക്ഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ റേഡിയേഷൻ എടുക്കുന്നു. ഇനിയിപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു 3ാമത്തെ സ്റ്റേജൊക്കെ ക്യാൻസറുകളിൽ നമ്മൾ ആദ്യം കീമോതെറാപ്പി എടുത്ത് അസുഖത്തിന് ചുരുക്കി കൊണ്ടുവന്നതിന് ശേഷം പിന്നെ സർജറി ചെയ്തെടുത്ത് മാറ്റുന്നു. ഇപ്പം 4ാമത്തെ സ്റ്റേജിൽ പലപ്പോഴും നമുക്ക് ക്യാൻസർ മുഴുവനുമായിട്ട് മാറ്റാൻ പറ്റണമെന്നില്ല. നമ്മൾ മരുന്നുകൾ കൊടുത്ത് അതിനെ ചുരുക്കുകയും കുറേ നാളുകൾ കുഴപ്പമില്ലാതെ രോഗീനെ അങ്ങനെ നമ്മൾ അസുഖം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥകളാണ്. ഇനി ഇത് കൂടാതെ നൂതനമായ ട്രീറ്റ്മെൻറ്റുകളായി ഇമ്മ്യൂണോതെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി, ഈവൻ നമുക്ക് കാർട്ടിസെൽ തെറാപ്പി പോലെ ഈ ജീൻ തെറാപ്പിയിലൊക്കെ വരുന്ന ചില ട്രീറ്റ്മെൻറ്റുകളൊക്കെ നമുക്കിന്ന് ക്യാൻസറിന് അവൈലബിൾ ആയിട്ടുണ്ട്.